അതുകൊണ്ട് തൽക്കാലം ഇത് വേണ്ടെന്ന് വെക്കാനേ നിവർത്തിയുള്ളൂ. ചേട്ടാ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അല്ല രാധിക, ഇത് ആലോചിക്കാൻ ഒന്നുമില്ല, കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണല്ലോ. എന്നാ ശരി. മീനാക്ഷിക്ക് കുഴപ്പമൊന്നുമില്ല, പുറത്തുണ്ട്. മോള് എന്റെ മോള് എവിടെ? മോളെ മോളെ അമ്മ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ കുളക്കരയിലൊന്നും പോയി നിൽക്കാൻ പാടില്ലെന്ന്? എന്നിട്ട് എന്താ കേക്കായിരുന്നേ? അപകടമല്ലേ? എന്തെങ്കിലും പറ്റിപ്പോയാലോ? അമ്മയ്ക്ക് പിന്നെ ആരോ ഉള്ളേ? അങ്ങനെ പോവാൻ പാടില്ല കേട്ടോ, അങ്ങനൊന്നും പോവാൻ പാടില്ല. അമ്മ വിളിക്കണ്ടേ? അമ്മ എടുത്തു തരൂലേ? ഇനി തനിച്ചൊന്നും പോരുത് കേട്ടോ. അമ്മയും മകളും എന്നുള്ള പദവി പ്രകൃതി കൊടുക്കുന്നതാ. അതിന് അതിൻ്റെതായ ചില നിറങ്ങളുണ്ട്. ആ നിറങ്ങളുടെ കൂടിച്ചേരലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശല്യപ്പെടുത്തണ്ട. തന്നെ. അതെ, ഞാനൊരു കാര്യം പറയാം. ഈ പരിപാടി ഉണ്ടല്ലോ, ഈ ഇടിച്ചു പൊളിക്കല്, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. നാളെ മുതൽ മസാലപ്പൊടി വാങ്ങിയാ മതി. അതെന്താ അമ്മ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? നമ്മള് മസാല പൊടിക്കുന്ന കാര്യത്തിലായാലും അത് വറുക്കുന്ന കാര്യത്തിലായാലും ഒരു മാറ്റവും ഇല്ലാന്ന് പറഞ്ഞല്ലേ തുടങ്ങിയത്. പക്ഷെ മാറേണ്ട കാര്യങ്ങൾ മാറിയല്ലേ പറ്റൂ. ഇതിപ്പം മാറേണ്ട കാര്യം എന്തോ? ആരെങ്കിലും അമ്മയോട് പറഞ്ഞോ ഭക്ഷണം ഒരുപാട് നന്നാവുന്നുണ്ട്, ഇത്രയും നന്നാക്കണ്ടാന്ന്? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 3-4 തവണ ആയല്ലോ ചോദിക്കുന്നു. ഞാൻ ഇടിക്കാം, ഇങ്ങോട്ട് മാറി നിൽക്കാൻ. എന്നിട്ട് നീ എന്റെ കയ്യിലോട്ട് തന്നോ? ഒരാള് മാത്രമായിട്ട് അങ്ങനെ ജോലി എടുക്കണ്ട. എല്ലാവർക്കും കൂടി ചെയ്യാവുന്ന ജോലികൾ ചെയ്താൽ മതി. അമ്മേ, അമ്മയുടെ പ്രശ്നം ഇപ്പൊ എന്താ? ഇത് ഇടിക്കാൻ പറ്റാത്ത? ചേടാ,
കുറച്ചേരം വെറുതെ ഇരിക്കട്ടെ എന്ന് വെച്ചാ അത് സമ്മതിക്കില്ല. അപ്പൊ നിനക്ക് വെറുതെ ഇരിക്കണ്ടേ? നീ യന്ത്രമൊന്നും അല്ലല്ലോ. അതെ, അമ്മയും മോളും തമ്മിൽ വഴക്കിടണ്ട. ആര് പണിയെടുക്കണം ആര് പണിയെടുക്കണ്ട എന്നുള്ള ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ. ഉള്ള കാലത്ത് നമ്മളാലാവുന്നത് ചെയ്യാനാകൂ എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതിപ്പോ ഇടിക്കാനും പൊടിക്കാനും അവള് തരുന്നില്ലെങ്കിൽ നീ വേറെ എന്തെങ്കിലും ചെയ്യേ. എന്തായാലും വെറുതെ ഇരിക്കണ്ട. വെറുതെ ഇരുന്നാലേ മനുഷ്യർ വീഴും. പിന്നെ ആഗ്രഹിച്ചാലേ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ല. കേട്ടല്ലോ, അമ്മ എന്ത് ജോലിയാണെന്ന് വെച്ചാൽ എടുത്തോ, ഞാൻ ഒരു തടസ്സം പറയുന്നില്ല. ഇനി അമ്മയ്ക്ക് ജോലി എടുത്ത് കിട്ടുന്ന ആരോഗ്യം ഞാൻ തട്ടിപ്പറിച്ചു എന്ന് പറയണ്ട. ഓ, വലിയ കാര്യായിപ്പോയി. ഇനി നീ നോക്കിക്കോ, നീ ഭക്ഷണം കൊടുക്കാൻ പോയിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ? അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അങ്ങനെ യശോദ ചെയ്ത ഇവള് പിന്നെ തലേ ദിവസം ചെയ്തു വെക്കുന്ന രീതിയാക്കും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പിടിക്കാതെ ഇരിക്കുന്നതാ നല്ലത്. ആ ശരി, കേട്ടാ, ഒരു കാര്യം ചെയ്യാം. ഓരോ ദിവസം മാറി മാറി ചെയ്യാം. ഇന്നിപ്പോ ഇടിക്കുകയും പൊടിക്കുകയും ചെയ്യുന്ന പണി നീ എടുത്തു, ഞാൻ വിട്ടു. പക്ഷെ നാളെ ഈ ഒരലിന്റെ ഏരിയയിലേക്ക് വന്നു പോരുത്. സമ്മതിച്ചോ? നാളെ അല്ലേ? സമ്മതിച്ചു. നാളെ അല്ലെന്ന് നിസ്സാരമായിട്ട് പറയൊന്നും വേണ്ട. ഒന്ന് ഇരുട്ടി വെളിക്കേണ്ട സമയമേ ഉള്ളൂ. ശരി അമ്മേ, സമ്മതിച്ചു എന്ന് പറഞ്ഞില്ലേ? താ ഒരു മിനിറ്റ്. ഹലോ. ഹലോ രാധികേ. ആ ചേട്ടാ പറഞ്ഞോ. അതെ, ഞാൻ ഓഫീസിലേക്ക് കുറച്ച് ഫുഡിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ അത് നാളെയല്ലേ 40 പേർക്ക്? ആ അതൊക്കെ ഇവിടെ സെറ്റാ. ചേട്ടൻ കൃത്യസമയത്ത് വന്ന് എടുത്താ മതി. അയ്യോ രാധിക, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അത് ഈ ഭക്ഷ്യവിഷബാധയെ കുറിച്ച് പത്രത്തിൽ വാർത്തയും കാര്യങ്ങളും വന്നതുകൊണ്ട് ചില ആളുകൾക്ക് താല്പര്യക്കുറവുണ്ട്. അവര് ആറ്റോഷസത്തി വേണ്ടെന്നാ പറഞ്ഞേ. എന്താ ചേട്ടാ ഇത്? ഞങ്ങളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് അതേ മീഡിയാസ് തന്നെ പറഞ്ഞതല്ലേ? അതൊക്കെ പറഞ്ഞു. എന്നാലും ആളുകൾ ചോദിക്കുന്നത് ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനമല്ലേ, വെറുതെ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കണോ എന്നാ. ഇതിപ്പോ സത്യം പറഞ്ഞ ഞങ്ങൾ സദ്യക്ക് വേണ്ടി വാശി പിടിച്ചാൽ ഞങ്ങൾ തമ്മിൽ സ്പ്ലിറ്റായി പോകും. അതുകൊണ്ട് തൽക്കാലം ഇത് വേണ്ടെന്ന് വെക്കാനേ നിവർത്തിയുള്ളൂ. ചേട്ടാ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. അല്ല രാധിക, ഇത് ആലോചിക്കാൻ ഒന്നുമില്ല, കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അത് അറിയിക്കേണ്ടത് എൻ്റെ ഒരു മര്യാദയാണല്ലോ. എന്നാ ശരി.